യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഏതൊരാളെയും ആകർഷിക്കുന്ന ഒരിടമാണ് മാമലക്കണ്ടം. ഒരു ദിവസത്തെ യാത്രയ്ക്കായി മാമലക്കണ്ടത്തേക്ക് ഇറങ്ങിയ എന്നെ കാത്തിരുന്നത് മറ്റൊരു അത്ഭുത കാഴ്ചയായിരുന്നു. കാടും പുഴയുമൊക്കെയുള്ള പ്രകൃതിയുടെ ഒരു അത്ഭുത ലോകം. പൂയംകുട്ടി. പേടിപ്പെടുത്തുന്ന കാട്ടാനകളും വന്യമൃഗങ്ങളുമുള്ള കാട്ടിലൂടെ കിലോമീറ്ററോളം സഞ്ചരിച്ച് പ്രകൃതിയുടെ മടിത്തട്ടിൽ കാടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടം. ഒരേ സമയം പേടിയും സന്തോഷവുമൊക്കെയുള്ള ഒരു വലിയ യാത്ര. ഇറ്റ്സ് മീ ആദു. ഗുഡ് മോർണിംഗ് കോതമംഗലം. ഞാനിപ്പോൾ ഉള്ളത് കോതമംഗലത്താണ്. ഹൈ റേഞ്ചിൻ്റെ കവാടമായ കോതമംഗലത്ത്. മാമലക്കണ്ടത്തേക്കുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര തുടരുന്നത് ഇവിടെ നിന്നാണ്. മാമലക്കണ്ടത്ത് ഇതുവരെ പോയിട്ടുള്ളവരും മാമലക്കണ്ടം കാണാത്തവരും എല്ലാവരും നമുക്ക് ഒന്നിച്ച് മാമലക്കണ്ടം പോയി അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു വരാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പോവല്ലേ മാമലക്കണ്ടത്തേക്ക്? അങ്ങനെ കോതമംഗലം ടൗണൊക്കെ കഴിഞ്ഞ് മാമലക്കണ്ടത്തേക്കുള്ള റോഡിലേക്ക് നമ്മൾ കയറി. ഇത് ശരിക്കും ഈ റോഡ് ഇവിടെ നിന്ന് നേരെ പോകുന്നത് പൂയംകുട്ടിക്കാണ്. പൂയംകുട്ടി, ഭൂതത്താൻകെട്ട്, വടാട്ടുപാറ ഒക്കെ പോകുന്ന വഴിയാണിത്. ഈ വഴിയാണ് നമുക്കും പോകേണ്ടത്. ഈ കോതമംഗലം എന്ന് പറഞ്ഞാൽ ഹൈ റേഞ്ചിൻ്റെ ഒരു കവാടം തന്നെയാണ്. ഇടുക്കി, മൂന്നാറൊക്കെ പോകുന്നവർക്ക് ഒരു റോഡിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തന്നെയാണ്. ഇവിടുന്ന് റൈറ്റ് പോകുന്ന ഈ ഒരു വഴിയാണ് മൂന്നാറൊക്കെ പോകുന്നത്. ഇത് ബൈപ്പാസാണ് കോതമംഗലം. നമുക്ക് ഈ കാണുന്ന ഈ ഒരു റോഡാണ് നമുക്ക് പോകേണ്ടത്. നമ്മളങ്ങനെ നേരെ മാമലക്കണ്ടം, ഇതിന് നേരെ മാമലക്കണ്ടമാണ്. നമ്മൾ ഈ റോഡിലേക്ക് കയറി കോതമംഗലം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുള്ള് കാടും ഒരു എന്താ പറയുക, നമ്മൾ ഇത്രയും ഈ ഒരു കോതമംഗലം വരെ എന്താ പറയുക സാധാരണ രീതിയിലുള്ള തിരക്കൊക്കെ ഉള്ള റോഡല്ലേ. കോതമംഗലം ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഹൈ റേഞ്ച് പോലത്തെ റോഡുകളൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് ഒരു കവാടം എന്ന് പറയുന്നത്. പിന്നെ ഇവിടുന്ന് ഒരു ഒറ്റ റോഡാണ് എല്ലാ സ്ഥലത്തേക്കും വരുന്നത്. നമ്മളിപ്പോൾ ഈ പോകുന്ന ഈ റോഡ് നേരെ പോകുന്നത് പൂയംകുട്ടിക്കാണ്. പൂയംകുട്ടിയിൽ ഈ റോഡ് തീരുവാണ്. പിന്നെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഭൂതത്താൻകെട്ട്, വടാട്ടുപാറ, തട്ടേക്കാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കും പോവാം. ഒരു തിരക്കുമില്ലാത്ത നല്ല പീസ്ഫുള്ളായിട്ട് ഓടിച്ചു പോകാൻ പറ്റിയ റോഡാണിത്. ശരിക്കും ഒരു 6 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതിൽ രാവിലെ തന്നെ പോകാനുള്ളൊരു പ്ലാനൊക്കെ ആയിരുന്നു. പക്ഷെ രാവിലെ തന്നെ റെഡിയായി വന്നപ്പോഴത്തേക്കും സമയം ഒരുപാട് ലേറ്റായി. ഈ കോതമംഗലത്ത് ഒരുപാട് കാണാനിട്ടോ നമുക്ക്. കോതമംഗലത്ത് നിന്ന് ഏകദേശം ഒരു 10-30 കിലോമീറ്ററിന് ഉള്ളിൽ തന്നെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് നമുക്ക് കാണാൻ പറ്റിയത്. കോതമംഗലത്ത് തന്നെയാണ് ഭൂതത്താൻകെട്ട് വരുന്നത്, ഭൂതത്താൻകെട്ട് ഡാം വരുന്നത്, വടാട്ടുപാറ വരുന്നത്. മാമലക്കണ്ടം ശരിക്കും മഴയുള്ളപ്പോൾ പോയാലാണ് ആ ഒരു ഫീല് കിട്ടുള്ളൂ എന്നാണ് പറയണത്. ഞാൻ ആദ്യമായിട്ടാണ് മാമലക്കണ്ടം പോണത്. ഇതുവരെ ഞാൻ മാമലക്കണ്ടം പോയിട്ടൊന്നുമില്ല. അതുപോലെ ഈ വീഡിയോസിലൊക്കെ കാണുന്നതെല്ലാം മാമലക്കണ്ടത്ത് മഴക്കാലത്തുള്ള വിഷ്വൽസും വീഡിയോസൊക്കെയാണ്. ബ്ലോഗർമാരാണെങ്കിൽ എല്ലാം ചെയ്തിരിക്കുന്നത് മഴക്കാലത്തൊരു മാമലക്കണ്ടമാണ്. ഈ ഒരു സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ മാമലക്കണ്ടം എന്താണ്, അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് മാമലക്കണ്ടം പോകണമെന്നുള്ളത്. നല്ല അടിപൊളി റോഡ് തന്നെയാണ്. തിരക്കൊക്കെ കുറവാണ്, നല്ല റോഡുമാണ്. ഈ റോഡൊക്കെ ഈ അടുത്ത കാലത്താണെന്ന് തോന്നുന്നു ഇങ്ങനെ ശരിയാക്കിയത്. പിന്നെ ക്ലൈമറ്റ് ഈ ഒരു സമയത്ത് നല്ല വെയിലൊക്കെ തന്നെയാണ്. രാവിലെ പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എന്തായാലും ക്ലൈമറ്റ് ചൂടായി. വേനലായതുകൊണ്ട് തന്നെ അങ്ങോട്ടൊക്കെ
എന്താണെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇൻസ്റ്റയൊക്കെ നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മാമലങ്കണ്ടം കയറി വരും. മാമലങ്കണ്ടത്തെ ആ ഒരു സ്കൂള് ഭയങ്കര ട്രെൻഡിങ് ആയിപ്പോയി ഇൻസ്റ്റയിലൊക്കെ. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റയിൽ എല്ലാ ദിവസവും ഫീഡിൽ കയറി വരുന്നൊരു സ്ഥലമാണ് മാമലങ്കണ്ടം. പ്രത്യേകിച്ച് മാമലങ്കണ്ടത്തെ ആ ഒരു സ്കൂള്. അന്നോട്ടുള്ള ആഗ്രഹമാണ് ഈ മാമലങ്കണ്ടം പോകണം എന്നുള്ളത്. എല്ലാവരും മഴക്കാലത്തല്ലേ മാമലങ്കണ്ടം പോണേ. നമുക്ക് വേനലിൽ പോയി നോക്കാം മാമലങ്കണ്ടത്ത് എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്നുള്ളതൊക്കെ. നമ്മൾ കീരമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് നേരെയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഭൂതത്താൻകെട്ട് ഡാമൊക്കെ പോകുന്ന വഴിയാണ്. ഇതാണ് ഭൂതത്താൻകെട്ട് ഡാമൊക്കെ പോകുന്ന വഴി. നമുക്ക് പക്ഷെ പോകേണ്ടത് നേരെ തന്നെയാണ്. ഇത് ഈ റോഡ് നേരെ പൂയംകുട്ടിക്കാട്ടെ പോണേ. റോഡ് നല്ല റോഡായതുകൊണ്ട് തന്നെ കേട്ടോ ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ് ഇങ്ങനെ റോഡ്. പിന്നെ രാവിലെ ആയതുകൊണ്ടൊരു ഗോൾഡൻ ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ചെറിയൊരു തണുപ്പുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഗോൾഡൻ ലൈറ്റ് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് അടിക്കുന്നതുകൊണ്ട് ഒരു ചെറിയൊരു ചൂടും. എന്തായാലും റൈഡ് ചെയ്യാനായിട്ട് നല്ലൊരു ഫീൽ തന്നെയാണ്. പണ്ടൊക്കെ ഈ റോഡിൽ കൂടെ ഞാൻ വർഷങ്ങൾക്ക് മുന്നേയൊക്കെ ഈ റോഡിൽ കൂടെയൊക്കെ വന്നിട്ടുണ്ട്. അന്നൊക്കെ ഈ റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു. പക്ഷെ ഇപ്പോൾ റോഡൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഈ റോഡിൽ കൂടെ വന്നിട്ടുണ്ട്. അന്ന് ഇങ്ങോട്ട് ബസ് സർവീസ് ഉണ്ട് കേട്ടോ. അന്നൊക്കെ ശരിക്കും ഈ റോഡിലേക്കൊക്കെ വരുമ്പോൾ പേടിയാവുമായിരുന്നു. അത്രയും ഭയങ്കര ഒരു തിക്കായിട്ടുള്ള കാടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു. എല്ലാ സ്ഥലത്തും വീടുകളും കാര്യങ്ങളൊക്കെ ആയി. ഗോൾഡൻ ലൈറ്റിൽ ഇങ്ങനെ റൈഡ് ചെയ്യാനായിട്ടൊരു പ്രത്യേക ഫീലാട്ടോ. അതുപോലെ ഈ ഒരു യാത്രയിൽ ഞാൻ മാക്സിമം ലൈവ് വോയിസാണ് ഞാൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ഞാൻ കുറേ പേരുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട്. കുറേ പേരുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ബ്ലോഗർമാരുടെ വീഡിയോ കാണുമ്പോൾ അവരൊക്കെ ഭയങ്കര രസമായിട്ടാണ് ഇങ്ങനെ ഓരോ യാത്രകളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്. ശരിക്കും നമുക്ക് തന്നെ അത് വിഷ്വലൊക്കെ അത്ര ഇതില്ലെങ്കിൽ നമുക്ക് ആ വോയിസ് തന്നെ കേട്ടിരിക്കാൻ തോന്നും. അത്ര ബ്യൂട്ടി ആയിട്ടാണ് എല്ലാവരും പറയണത്. പക്ഷെ എനിക്ക് അത്ര അങ്ങനെ സംസാരിക്കാൻ അത്ര ഒരു ഇതില്ല. അതായത് ഞാൻ എവിടെ യാത്ര ചെയ്യാനും ഞാൻ ഓക്കെയാണ്. ഏത് രീതിയിൽ വിഷ്വൽസ് ഷൂട്ട് ചെയ്യാനും ഒക്കെ ഞാൻ ഓക്കെയാണ്. പക്ഷേ എനിക്ക് ലൈവ് വോയിസ് പറയാനായിട്ടുള്ള ഭയങ്കര ഒരു മടിയാണ്. എനിക്കറിയില്ല എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത്. ഇതാണ് പുന്നേക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ റൈറ്റ് തിരിഞ്ഞ് പോയാലും നമുക്ക് നേര്യമംഗലം പോകാൻ പറ്റും. ആ റൈറ്റ് തിരിഞ്ഞ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുണ്ട്. ഒരു തൂക്കുപാലമൊക്കെ വരുന്നുണ്ട് അവിടെ. ഇഞ്ചത്തൊട്ടി തൂക്കുപാലം ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അത്യാവശ്യം ആളുകളൊക്കെ വന്നിരിക്കുന്നൊരു സ്ഥലം കൂടിയാണ്. ഇവിടെ മുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാടാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ശരിക്കും ഒരു കാട് തന്നെയാണ്. വേനലായതുകൊണ്ട് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടാണ് ഈ കാടൊക്കെ കിടക്കുന്നത്. ഇവിടെ നിന്ന് രണ്ട് സൈഡും ഫുള്ള് കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ റോഡിലേക്ക് കയറിയപ്പം തന്നെ എന്താ പറയുക, വേറൊരു ഫീലാട്ടോ ഈ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാനായിട്ട്. ഫുള്ള് തേക്ക് മരങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരുപാട് വർഷമായി ഈ ഒരു റോഡിൽ കൂടെയൊക്കെ വന്നിട്ട്. പിന്നെ ഈ റോഡിങ്ങനെ സ്ട്രൈറ്റ് റോഡായതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ മാപ്പിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ശരിക്കും നല്ല ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുമ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. മഴയുള്ള സമയത്തൊക്കെ ഇവിടെ വരുമ്പോൾ ഭയങ്കര ബ്യൂട്ടിയാട്ടോ, ഭയങ്കര പച്ചപ്പൊക്കെ ആയിട്ട്
ഭയങ്കര രസമായിരിക്കും മഴയുള്ള സമയത്ത് ഇതിലൊക്കെ പോകാനായിട്ട്. ശരിക്കും ഈ ഒരു റോഡിൽ ഏത് സമയത്ത് വന്നാലും നല്ല രസമാണ് ഡ്രൈവ് ചെയ്യാനായിട്ട്. മഴയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പച്ചപ്പൊക്കെ ആയിരിക്കും. വേനൽ സമയത്താണ് വരുന്നെങ്കിൽ കുറച്ച് ഡ്രൈ ആയിരിക്കും മാത്രമേ ഉള്ളൂ. പക്ഷെ ഡ്രൈ ആണെങ്കിലും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് ഈ റോഡിന്. ഈ റോഡ് ഇങ്ങനെയാണ്. റോഡിൻ്റെ രണ്ട് വശത്തുള്ള കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാട്ടോ. ഞാൻ ഡ്രോണിൽ ഞാൻ ഇതിൻ്റെ വിഷ്വൽസ് കാണിച്ചു തരാം. അതേപോലെ ഒരു ഏർമാടം ഉണ്ട്, അതേ കാണുന്നതാണ് ആ ഏർമാടം. ഏർമാടത്തിൻ്റെ അവിടെ നമുക്കൊന്ന് നിർത്താം. എന്തായാലും ഈ ഒരു ഏർമാടം ശരിക്കും നല്ല കണ്ടീഷനുള്ളൊരു ഏർമാടമായിരുന്നു. ആളുകളൊക്കെ ഇങ്ങനെ കയറി ഇരുന്നുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഏർമാടത്തിൻ്റെ അവസ്ഥ കുറച്ച് ശോചനീയമാണ്. ഇതിങ്ങനെ മുകളിലേക്ക് കയറാനായിട്ട് മരം കൊണ്ട് ഇങ്ങനെ അടിച്ചൊരു സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കാണാനില്ല. അടിപൊളി ഏർമാടമായിരുന്നു. ഞാൻ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഇതിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. ആളുകൾ കയറിയിരിക്കണമൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് കയറാവുന്ന രീതിയിലുള്ളൊരു ഏർമാടമൊക്കെ ആയിരുന്നു. ശരിക്കും ഒന്ന് ആലോചിച്ച് ഇത്ര ഈ കാടിൻ്റെ ഉള്ളിൽ, അതായത് ഈ റോഡ് ഈ കാടിൻ്റെ ഉള്ളിലായിട്ട് അത് ഇത്ര ഹൈറ്റിൽ നമ്മൾ കയറി നിന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ എന്ത് രസമായിരിക്കുമല്ലേ. അത് നല്ല കാറ്റ്, അത് ഈ കാടിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു ഫീലിങ്സൊക്കെ കിട്ടുന്നൊരു ഇതായിരുന്നു അല്ലേ. പക്ഷെ അത് നശിപ്പിച്ച് കളഞ്ഞു. എന്താ അതിൻ്റെ കാരണം എന്നൊന്നും എനിക്കറിയില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടില്ലേ രണ്ട് സൈഡുള്ള ഈ നമ്മളീ പോകുന്ന റോഡിലുള്ള രണ്ട് സൈഡിലുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഡ്രോണിലൊന്ന് കാണിച്ചു തരാം. ഭയങ്കര ബ്യൂട്ടി കേട്ടോ. ഇവിടെ തന്നെ എയർപോർട്ടിൻ്റെ ഈ വിമാനത്തിന് സിഗ്നൽ കൊടുക്കുന്നൊരു സ്ഥലം കൂടി വരുന്നുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ രണ്ട് സൈഡും മലയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ഫുൾ മലയാണ്. ചെറിയൊരു കോടയൊക്കെ ഉണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ. രണ്ട് സൈഡും ഭംഗിയുള്ള അടിപൊളി കാഴ്ചകൾ തന്നെയാണ്. ഇനി ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തട്ടേക്കാട് പക്ഷി സങ്കേതമൊക്കെ വരുന്നത്. നമ്മൾ ഇവിടുന്ന് കുറച്ചുള്ളൂ, നമ്മളിപ്പോൾ ആ വഴിയാണ് അങ്ങോട്ട് പോകുന്നത്. നല്ല അടിപൊളി ലൈറ്റിംഗ് ഒക്കെ ആട്ടോ. മരത്തിൻ്റെ ഇടയക്കോടെ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ തട്ടി ഇങ്ങനെ റോഡിലേക്ക് വന്നിട്ടേ ഭയങ്കര ബ്യൂട്ടി. ഈ ഒരു സമയത്ത് വന്ന കാരണം ഇങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ കുറേ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്, അനിമൽസ് ഇറങ്ങും സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ റോഡിലൊന്നും അങ്ങനെ വലിയ മൃഗങ്ങളുടെ ശല്യമൊന്നും ഇല്ല കേട്ടോ. നമുക്കങ്ങനെ ഇതുവരെ കേട്ടിട്ടൊന്നുമില്ല ഇവിടെ ഇങ്ങനെ മൃഗങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അതായത് പൂയംകുട്ടി സൈഡിലേക്കല്ല, നമുക്കിവിടെ എത്തുന്നവരെ നമ്മളിവിടെ നിന്ന് നേരെ കയറി ചെല്ലുന്നത് തട്ടേക്കാടിനാണ്. ഇവിടെ ചെറിയ രീതിയിലുള്ളൊരു ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഈ തട്ടേക്കാട് എന്ന് പറഞ്ഞാൽ. തട്ടേക്കാട് പാലാണ് നമ്മൾ കയറുന്നത്. രണ്ട് സൈഡും വെള്ളം, എന്താ ഒരു ഭംഗി. സൂര്യൻ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഉദിച്ചു വന്നിട്ടേ. ഞാൻ ആദ്യം പറഞ്ഞ പക്ഷി സങ്കേത കേന്ദ്രമാണ് ഈ കാണുന്നത്. ഇത് ഡോക്ടർ സലീം അലിയുടെ പേരിലാണ് ഈ ഒരു പക്ഷി സങ്കേത കേന്ദ്രം അറിയപ്പെടുന്നത്. ഒരുപാട് ദേശാടന പക്ഷികളുടെയൊക്കെ ആവാസ കേന്ദ്രം തന്നെയായിരുന്നു ഈ ഒരു സ്ഥലം. ഒരു കാലത്ത് ഈ ഒരു പക്ഷി സങ്കേത കേന്ദ്രത്തിൽ ടൂറിസ്റ്റുകളുടെ തിരക്ക് തന്നെയായിരുന്നു. ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ടൂറിസ്റ്റുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ബോട്ട് സർവീസൊക്കെ വീക്കെൻഡുകളിലൊക്കെ മാത്രമാണ് ഉള്ളത്. ഈ ഒരു സ്ഥലത്തിന് ശരിക്കൊരു നല്ല രീതിയിലൊരു പരിഗണന കൊടുക്കണമെന്ന് വെച്ചാൽ ഇല്ലയെന്ന് തന്നെ വേണം പറയാനായിട്ട്. അതുപോലെ ഈ തട്ടേക്കാട് പാലം വരുന്നതിന് മുന്നേ ഇവിടെ ഒരു കടത്ത് തോണിയായിരുന്നു. കടത്തിലെ ഈ ജീപ്പ് പൂയംകുട്ടിയും കുട്ടമ്പുഴയുള്ള എല്ലാ ആളുകളും പോയിക്കൊണ്ടിരുന്നത് ഈ കടത്തിൽ കൂടിയാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. ശരിക്കും അന്നത്തെ കാലത്തൊക്കെ ശക്തമായൊരു മഴ പെയ്ത് ഈ പുഴയിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഈ പൂയംകുട്ടിയും കുട്ടമ്പുഴയൊക്കെ ഒറ്റപ്പെട്ട് പോകുമായിരുന്നു. കാരണം ശക്തമായ ശക്തമായ മഴ പെയ്ത് വെള്ളം കയറി കഴിഞ്ഞാൽ ഈ കടത്ത് സർവീസ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഗ്രാമത്തിലുള്ള കുട്ടമ്പുഴയും പൂയംകുട്ടിയിലും എല്ലാ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ ശരിക്കും ഇവിടെ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യമൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. ഞാൻ ഈ പാലം വരുന്നതിന് മുന്നേ ഉള്ളൊരു കഥയാണ് പറഞ്ഞത്. നമുക്ക്
എന്തായാലും ഒരു പെട്രോൾ പമ്പ് കാണുന്നുണ്ട്. ഇവിടെ നിന്ന് പെട്രോൾ അടിച്ചേക്കാം. കാരണം പൂയംകുട്ടിയിലും പമ്പില്ല, നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പോകുന്ന മാമലക്കണ്ടത്തും പമ്പില്ല. ഇതുപോലുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ മാക്സിമം പെട്രോളിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. $500 കേട്ടോ. ചേട്ടാ ഈ മാമലക്കണ്ട ഇനി എന്തോരം ഉണ്ട്? മാമലക്കണ്ടത്തിന് 19 കിലോമീറ്റർ. ഇവിടെ നിന്ന് ഇവിടെ നേരെ തന്നെയാണോ പോണേ? ഇവിടുന്ന് നേരെ കരുവട്ടത്തിൽ. ആ ഇവിടുന്ന് റൈറ്റാണ് പോകണ്ട അല്ലേ? ഓക്കെ. നേരെ പോയാൽ പൂയംകുട്ടി അല്ലേ ഏട്ടാ? പൂയംകുട്ടി എന്തോരം ഉണ്ട് ഇവിടുന്ന്? 8 കിലോമീറ്റർ അല്ലേ? ആ കടത്തൊക്കെ ഇപ്പോഴും ഉണ്ട് ഏട്ടാ പൂയംകുട്ടിയിൽ? പാലമായില്ല. അല്ല പാലം എത്ര മുന്നൊരു കടത്തുണ്ടായിരുന്നില്ലേ? അതുണ്ട് എപ്പോഴും? അതുണ്ടല്ലേ. എന്താ സ്ഥലത്തിൻ്റെ പേര്? കല്ലേനിമേട്. അങ്ങോട്ട് നമുക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. ആണല്ലേ? കല്ലേനിമേട്. ഇവിടെ ഫുഡ് കഴിക്കാൻ നല്ല ഹോട്ടലുണ്ട് ഏട്ടാ. ഇവിടെ ടൗണിലുണ്ടോ? 100 മീറ്റർ മതി അല്ലേ? ഞാൻ മാമലക്കണ്ടം അല്ല മാമലക്കണ്ടക്ക് പോണതാ. ഞാൻ എറണാകുളം. ഞാൻ രാവിലെ ഫുഡൊന്നും കഴിക്കാണ്ടാണ് ഇറങ്ങിയത്. തിരക്കിട്ട് ഇറങ്ങുമായിരുന്നു. നമുക്ക് എവിടെയെങ്കിലും നിർത്തുന്നു ഫുഡ് കഴിച്ചിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് പൂയംകുട്ടിക്ക് പോവാം. ഇതുപോലുള്ള യാത്ര ചെയ്യുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് ആണെങ്കിലും കുറച്ച് കാണുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ആ പോകുന്ന സ്ഥലത്തെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ അവിടെയൊക്കെ പെട്രോൾ പമ്പില്ല, പൂയംകുട്ടിയിലും ഇല്ല, മാമലക്കണ്ടത്തും ഇല്ല. ഇനി ബ്ലാക്കിലെങ്ങാനും പെട്രോൾ കിട്ടിയാലുള്ളൂ, അല്ലാതെ പെട്രോൾ പമ്പ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഏത് സ്ഥലത്ത് പോകുമ്പോഴും അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഒരു കട കിട്ടി. കടയിൽ നല്ല കപ്പയും പുട്ടും കടലക്കറിയൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും അടിപൊളിയാക്കി. ശരിക്കും നമ്മൾ കുട്ടമ്പുഴ എത്തിയിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്നാണ് മാമലക്കണ്ടത്തേക്ക് തിരിഞ്ഞു പോകുന്നത്. ഇവിടെ നിന്ന് തിരിഞ്ഞു പോയ മാമലക്കണ്ടം നേരെ പോയ പൂയംകുട്ടിയാണ്. ഏകദേശം നമ്മൾ കുട്ടമ്പുഴ എത്തി. ഇവിടെ നിന്നാണ് നമുക്ക് മാമലക്കണ്ടം തിരിയേണ്ട റോഡ്. ഓക്കെ, ഈ ഒരു റൈറ്റ് ഉള്ള വഴിയാണ് ശരിക്കും നമുക്ക് മാമലക്കണ്ടം പോകേണ്ടത്. നമുക്ക് മാമലക്കണ്ടം പോകുന്നതിന് മുന്നേ തന്നെ വെള്ളാരംകുത്ത്, മണികണ്ഠഞ്ഞാൽ, പൂയംകുട്ടി, മൂന്നാർ, അടിമാലി, മാമലക്കണ്ടം, നമുക്ക് ആ ഒരു വഴിയാണ്, ആ ഒരു റൈറ്റ് വഴിയാണ് ശരിക്കും നമുക്ക് മാമലക്കണ്ടം പോകേണ്ടത്. നമുക്കതിന് മുന്നേ ഇവിടെ തൊട്ടടുത്ത് പൂയംകുട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നമുക്കെന്തായാലും മാപ്പ് എടുത്തിട്ട് അവിടെ നിന്ന് എന്തോരുണ്ടെന്ന് വെച്ച് നോക്കാം. പൂയംകുട്ടി ഇവിടെ നിന്ന് 14 കിലോമീറ്ററാണ് പൂയംകുട്ടിക്കുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് പൂയംകുട്ടി ഒന്ന് പോയി കണ്ടതിന് ശേഷം നമുക്ക് മാമലക്കണ്ടം പോവാം. പൂയംകുട്ടി അടിപൊളി സ്ഥലമാണ്. നിങ്ങൾ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും പൂയംകുട്ടി. എന്തായാലും നമുക്ക് ശരിക്കും ഇവിടെ നമുക്ക് മാമലക്കണ്ടം പോകേണ്ട ആ ഒരു വഴിയാണ് നമുക്ക് ശരിക്കും നമുക്ക് മാമലക്കണ്ടം പോകേണ്ടത്. അടിമാലി, മൂന്നാർ, മാമലക്കണ്ടം, പിണർകുടി. പക്ഷെ നമുക്കൊന്ന് അവിടെ പോയതിന് ശേഷം നമുക്കൊന്ന് വരാം. ഓക്കെ, ഇപ്പം നമ്മളിവിടെ നിന്ന് നേരെ പോകുന്നത് സ്ട്രൈറ്റ് പോകുന്നത് പൂയംകുട്ടിക്കാണ്. പൂയംകുട്ടി നിങ്ങൾ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാകും. പൂയംകുട്ടി എന്ന സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ് പൂയംകുട്ടി എന്ന് പറഞ്ഞാൽ. ഒത്തിരി സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ഒരു പൂയംകുട്ടിയിലൊരു ബ്രിഡ്ജൊക്കെ ഇവിടെ നിന്ന് വീണ്ടും റൈറ്റ് പൂയംകുട്ടി. ഓക്കെ, റൈറ്റ്. പൂയംകുട്ടി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. പൂയംകുട്ടിയിലെ ആ ഒരു ബ്രിഡ്ജും ഷിക്കാറ സിനിമ, ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് പൂയംകുട്ടി. അതുപോലെ തന്നെ അവിടെ ഒരു ജങ്കാർ സർവീസൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ നിലവിലുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ പെട്രോൾ പമ്പിൽ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ അതിപ്പോൾ നിലവിലുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് 14 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് നേരെ പോയി പൂയംകുട്ടി ഒന്ന് കണ്ടിട്ട് വരാം. പൂയംകുട്ടി നല്ല രീതിയിൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യണമെന്നില്ല. ജസ്റ്റ് നമ്മൾ പോയിട്ട് ആ ഒരു ബ്രിഡ്ജും അതുപോലെ തന്നെ ആ ഒരു കടത്തൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ച് വന്നിട്ട് നമുക്ക് മാമലക്കണ്ടം പോവാം. വൺ ഡേ ട്രിപ്പൊക്കെ വരുന്നവർക്ക്, അതായത് രാവിലെ
കൊച്ചിയിൽ നിന്നൊക്കെ ഇറങ്ങി വൈകിട്ട് തിരിച്ചു വരുന്നുള്ളവർക്കൊക്കെ പൂയംകുട്ടിയൊക്കെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒന്ന് പൂയംകുട്ടിയിലൊക്കെ ഇങ്ങോട്ട് വരുന്ന സ്ഥലത്തെ ഇപ്പം നമ്മൾ കുട്ടമ്പുഴ അതേപോലെ കീരമ്പാറൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു റോഡിലൂടെയൊക്കെ വരുന്ന വഴികളില്ലേ, ആ വഴികൾ തന്നെ ഭയങ്കര രസമാണ്. കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമുക്ക് വരാം. പിന്നെ ഈ പൂയംകുട്ടിയിൽ 1-2 സ്ഥലത്തൊക്കെ വെള്ളത്തിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. പാലത്തിൻ്റെ അടിയിൽ വെള്ളത്തിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, പക്ഷെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 1-2 സ്ഥലത്തൊക്കെ വെള്ളത്തിൽ നമുക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും. അങ്ങനെയുള്ള സ്ഥലം കൂടിയാണ് പൂയംകുട്ടി. പൂയംകുട്ടി എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് തന്നെയാണ്, അവിടെ റോഡ് എൻഡിങ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് കോതമംഗലത്തൊരു 30 കിലോമീറ്റർ ഉള്ളിലൊക്കെ തന്നെ ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. കുറേ സ്ഥലങ്ങളൊക്കെ പേര് തന്നെ മറന്നുപോയി. ഇതുപോലെ തന്നെ പോകുന്ന സ്ഥലമാണ് ഭൂതത്താൻകെട്ട്, അതേപോലെ വടാട്ടുപാറ, അതൊക്കെ ഇതേപോലെ ഫോറസ്റ്റ് ഏരിയ തന്നെയാണ് കേട്ടോ. ഇനി ഫാമിലിയൊക്കെ ആയിട്ട് ജസ്റ്റ് ഡ്രൈവ് മാത്രം മതി എന്നുള്ളവർക്കും കാറിലൊക്കെ ചെറിയൊരു ഡ്രൈവൊക്കെ ചെയ്ത് സ്ഥലങ്ങളൊക്കെ കണ്ട് പോകണം എന്നുള്ളവർക്കും ഈ ഒരു സ്ഥലങ്ങളൊക്കെ ബെറ്റർ ഓപ്ഷനാണ്. അത് പൂയംകുട്ടി ആണെങ്കിലും വടാട്ടുപാറയൊക്കെ ആണെങ്കിലും ഒരു കാടിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെയാണ്. ക്ലൈമറ്റ് നല്ല ചൂടാണെന്നുണ്ടെങ്കിലും മരങ്ങളുള്ള കാരണം അത്ര വെയിൽ നമുക്ക് അനുഭവപ്പെടുന്നില്ല കേട്ടോ. അത്യാവശ്യം കൂള് തന്നെയാണ്. എൻ്റെ വീഡിയോയിൽ 1-2 പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തായിരുന്നു ഫ്രണ്ടിലേക്കുള്ള വ്യൂ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ്. ഒന്ന് ക്യാമറയുടെ ആംഗിൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വൈസറുള്ള കാരണം ഹിമാലയത്തിനൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വൈസർ വരുന്നുണ്ട്. വൈസർ കുറച്ച് ഹൈറ്റ്, നോർമൽ വണ്ടിയിലെങ്കിലും കുറച്ചുകൂടി ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും കൂടുതലായിട്ട് ഇങ്ങനെ കാണാൻ പറ്റാത്തത്. പിന്നെ വൈസർ മാറ്റാൻ പറ്റില്ല, കാരണം ലോങ് ഒക്കെ റൈഡ് ചെയ്യുമ്പോൾ ഒരു വൈസർ ഉള്ളത് നല്ലതാണ്. അതുകൊണ്ടാണ് അത് ഊരി മാറ്റാത്തത്. ഇത്ര നേരം ട്രാവൽ ചെയ്തിട്ട് ഇപ്പോഴാണ് ഒരു കാടിൻ്റെയൊക്കെ ഒരു ഫീൽ അങ്ങോട്ട് വന്നത്. ശരിക്കും തട്ടേക്കാട് മുതൽ ഇങ്ങനെ ഒരു സ്ഥലമായിരുന്നു പണ്ട്. അപ്പോൾ കുറേ വീടുകൾ വന്നുകൊണ്ടാണ് ഈ ഒരു ഫീലൊക്കെ പോയത്. ഇത് കൊള്ളാം അല്ലേ. തൊട്ട് താഴത്തോടെ പുഴ പോകുന്നുണ്ട്. നമ്മൾ ആദ്യം കണ്ട ആ പുഴയല്ലേ, അതിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. ഇവിടെ എവിടെയോ ആണ് ആ ഒരു കടത്തുള്ളത്. ഇങ്ങോട്ടൊക്കെ പുഴയുടെ ഒക്കെ അടിഭാഗം വരെ കാണാം കേട്ടോ. ഫുൾ പാറകൾ, ഒട്ടും വെള്ളമില്ല ഇങ്ങോട്ടൊക്കെ. ഇതാണ് കല്ലേലിമേട് പോകുന്ന സ്ഥലമാണ്. ഇവിടെയാണ് മറ്റേ കടത്തും ഇതൊക്കെ ഉള്ളത്. പക്ഷെ ഇപ്പോൾ കടത്തും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല. ഉണ്ട്, കടത്തുണ്ട്. ഇതാണ് കല്ലേലിമേട് പോകുന്ന സ്ഥലം. ഇതാണ് ഞാൻ പറഞ്ഞ കല്ലേലിമേട് ഒരു കടത്ത് പറഞ്ഞില്ലേ. ഇതിനപ്പുറത്തേക്ക്, ഈ പുഴ കടന്ന് അപ്പുറത്തേക്ക് ആദിവാസി കോളനിയാണ്. ആ ആദിവാസി കോളനിയിലുള്ള എല്ലാ ആളുകളും പുറത്തേക്ക് പോകുന്ന, അത് കോതമംഗലം ഭാഗത്തേക്കൊക്കെ പോകുന്നൊരു വഴിയാണിത്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ചുറ്റിക്കറങ്ങി പൂയംകുട്ടി പാലം കയറി വരണം. പൂയംകുട്ടി പാലം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഏകദേശം കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ പൂയംകുട്ടി പാലം എത്തി. അവിടെ നമുക്ക് പോവാം. ഇതാണ് കല്ലേലിമേട് കടത്തെന്ന് പറയുന്ന സ്ഥലം. ഈ ഒരു കാഴ്ചയൊക്കെ ഇനി എത്ര നാൾ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ശരിക്കും പ്ലാവന ഫെറി എന്നാണ് ഈ ഒരു കടത്തിനെ മൊത്തത്തിൽ അറിയപ്പെടുന്നത്. പൂയംകുട്ടി വനമേഖലയിലൊക്കെ ഒരുപാട് ആദിവാസി കോളനികൾ ഈ ഒരു കടത്തിനെ ആശ്രയിച്ചാണ് ഇന്നും ജീവിച്ചു പോകുന്നത്. പൂയംകുട്ടിക്ക് വരുന്ന സഞ്ചാരികളുടെ പ്രധാന ഒരു കാഴ്ച കൂടിയാണ് ഈ ഒരു കടത്തും ഇവിടുത്തെ കാഴ്ചകളും. ഇതാണ് മണിച്ചേട്ടൻ, 1/2 നൂറ്റാണ്ട് ഈ ഒരു കടത്തിൻ്റെ അമരക്കാരൻ. ആദിവാസി ഊരിലെ ആളുകളെ കാണുവാനും സംസാരിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു കടത്തിൻ്റെ ഇവിടെ വന്ന് നിന്നാൽ മതി. നമുക്ക് ഒരുപാട് ആളുകളുടെ അനുഭവങ്ങളും എല്ലാം ഈ ഒരു കടത്തിൽ നിന്നാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും.
കടത്ത് കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നമ്മളിനി ഇവിടെ നിന്ന് നേരെ പോകുന്നത് പൂയംകുട്ടിയിലെ ആ ഒരു പാലം കാണാനാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് വിഷ്വൽസൊക്കെ ആ ഒരു രീതിയിലാണ് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. കാരണം മഴക്കാലത്തോ അല്ലെങ്കിൽ രാവിലെ മോർണിങ്ങിലൊക്കെ എടുക്കുന്ന ആ ഒരു ഫീലൊന്നും ഉണ്ടാവില്ല. ഓ ഭയങ്കര രസമല്ലേ. ഇതിന് പൈനാപ്പിൾ വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി ഷീറ്റ് ചെയ്യണതാണ്. ഇത് കാണാനായിട്ട് ഭയങ്കര ഭംഗി. ഈ ഒരു സ്ഥലത്തെവിടെയൊക്കെ മഴയൊക്കെ ഉള്ളപ്പോൾ വന്നൊരു ഫീലിങ്സ് ഒന്ന് ഓർത്തൊക്കെ എന്തായിരിക്കില്ല മഴക്കാലത്തൊക്കെ ഈ റോട്ടിൽ കൂടെ വരാനായിട്ട്. ഇവിടെ ഈ ഒരു പ്രദേശത്ത് ആന വന്ന സ്ഥലമാട്ടോ. വേനലായതുകൊണ്ട് തന്നെ പുഴയിൽ വെള്ളം കുടിക്കാൻ വേണ്ടി വേനൽക്കാലത്ത് കാടിൻ്റെ ഉള്ളൊന്നും വെള്ളം കിട്ടില്ല. അപ്പോൾ ഈ വെള്ളമുള്ള സ്ഥലത്തേക്കൊക്കെ മൃഗങ്ങൾ വരും. അതുകൊണ്ട് താഴത്ത് പുഴ ആയതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ വെള്ളം കുടിക്കാൻ ഒത്തിരി ആനകൾ വരും. അത് റോഡിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചേണത്. പൂയംകുട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കാനുള്ള ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. വലിയ ഹോട്ടലുകളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നീറ്റായിട്ടുള്ള ഹോം സ്റ്റേ ഒക്കെ കുറേ ഉണ്ട് കേട്ടോ. അവിടെ വലിയ ബഡ്ജറ്റൊന്നുമില്ല. നോർമൽ ഒരു 1500 ആ ഒരു ബഡ്ജറ്റിലൊക്കെ താമസിക്കാൻ പറ്റിയ ഒത്തിരി റൂമുകളൊക്കെ ഇവിടെ ഉണ്ട്. ശരിക്കും ഇവിടെ നിന്നാണ് ഇറങ്ങുന്നത്. ഇവിടെ വേറൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, പൂയംകുട്ടി മണികണ്ഠൻചാല് പിണ്ടിമേട്. നേരെ പോയി കഴിഞ്ഞാൽ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ മണികണ്ഠൻചാല് പിണ്ടിമേടൊക്കെയാണ്. നേരെ താഴത്തേക്ക് ഇറങ്ങുന്നതാണ് പൂയംകുട്ടി. പൂയംകുട്ടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പൂയംകുട്ടി തന്നെയാണ്. നമ്മുടെ പൂയംകുട്ടി ഒരു പാലം എന്ന് പറഞ്ഞില്ലേ, അതിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇതിലെ ബസ്സൊക്കെ പോകണതാണ്. ഭയങ്കര സ്പീഡിലൊക്കെ ബസ്സൊക്കെ പോകണേ. ഭയങ്കര രസമാണ് ബസ്സും ജീപ്പൊക്കെ ഇതിലെ പോകണ കാണാനായിട്ട്. ഇതാണ് ആ പാലം, പൂയംകുട്ടി പാലം. ഒരുപാട് സിനിമകളിലൊക്കെ ഉള്ള സ്ഥലമാണിത്. ഈ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഒരു വെറൈറ്റി സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിലെ പോയി ഇപ്പോൾ ഒരു അമ്മ തന്നതാണ് ചക്കപ്പഴം. ഇവരുടെ സ്നേഹം എന്നൊക്കെ പറഞ്ഞാലേ ഭയങ്കര ഇതാട്ടോ. ഇവിടെ റോട്ടിൽ കൂടെ പോയപ്പോൾ ചക്കപ്പഴം ഇങ്ങനെ ക്ലീൻ ചെയ്തിങ്ങനെ പാക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ എന്നോട് വേണമെന്ന് വെച്ചു. കണ്ടപ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞു. ഇതൊക്കെ വളരെ റയറായിട്ട് കിട്ടുന്ന സാധനമാണ്. അടിപൊളി. ഇതിൻ്റെ ഈ പാലം കയറി അപ്പുറം കുറേ ആദിവാസി കോളനികളുണ്ട്. അവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. ഇവർക്കൊക്കെ ഭയങ്കര സ്നേഹമാണ്. നമ്മൾ പുറമേ നിന്ന് വന്ന ആളുകളൊക്കെയാണെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സ്നേഹമാണ് അവർക്ക്. ഇതൊക്കെ കഴിക്കുമ്പോൾ പഴയ നൊസ്റ്റാൾജിയ, സ്കൂളിൽ പഠിച്ച കാലമൊക്കെ ഓർമ്മ വന്നു. സ്കൂളൊക്കെ വിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ചക്കപ്പഴമൊക്കെ ആയിരിക്കും ഇരിക്കണത്. പക്ഷെ അന്നൊക്കെ ഇത് കാണുമ്പോൾ ദേഷ്യം വരും. വേറെ ഒന്നും ഇല്ല കഴിക്കാനെന്നൊക്കെ ചോദിച്ച് വീട്ടിൽ കിടന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയും ഇതൊന്നും കിട്ടാത്ത സാധനമായി മാറി. ഇതൊക്കെ അന്നൊക്കെ വഴക്കുണ്ടാക്കുമായിരുന്നു. ഇന്ന് ഇത് കിട്ടാൻ വേണ്ടി കൊതിക്കുന്നു. ശരിക്കും ഈ പാലം മഴക്കാലത്ത് മുങ്ങിപ്പോകുന്നൊരു സ്ഥലം കൂടിയാണിത്. ഇപ്പം ഈ പുഴയുടെ ഒഴുക്കും കാര്യങ്ങളും ഒന്നും നോക്കണ്ട. മഴക്കാലത്ത് ശക്തമായ ഒഴുക്ക് തന്നെയായിരിക്കും ഇവിടെ. വേനൽക്കാലത്ത് നമുക്ക് ഈ പാലത്തിൻ്റെ അടിയിൽ വെള്ളത്തിൽ ഇറങ്ങാനും കുളിക്കാനൊക്കെ പറ്റും. ശുദ്ധമായ വെള്ളം, തണുത്ത വെള്ളത്തിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കുളിക്കാനൊക്കെ പറ്റും. മഴക്കാലത്ത് നമുക്ക് ഇവിടെ ഇറങ്ങാൻ പോലും പറ്റില്ല. അത്രയ്ക്കും ശക്തമായ ഒഴുക്കായിരിക്കും ഈ ഒരു പാലത്തിൻ്റെ അടിയിൽ കൂടെയൊക്കെയുള്ള. ശരിക്കും ശക്തമായൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ പാലത്തിന് അക്കരെയുള്ള ആളുകൾ ശരിക്കും ഒറ്റപ്പെട്ടു പോവുകയാണ്. പൂഴംകുട്ടി ജസ്റ്റ് ഒന്ന് കണ്ട് തിരിച്ചു പോകാൻ വന്ന ഞാൻ പിന്നെ പോയത് ഒരു അത്ഭുത കാഴ്ചയിലേക്ക് തന്നെയാണ്. കാടിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന അത്ഭുതത്തിലേക്ക്. എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. നമുക്കെന്തായാലും ഒന്ന് പോയി നോക്കാം.
ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ നമ്മൾ ഓഫ് റോഡ് യാത്രയാണ്. ഇവിടെ നിന്ന് പിന്നെ വീഡിയോയുടെ ക്വാളിറ്റി ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. കാരണം നമുക്കിവിടെ ഷൂട്ട് ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ശരിക്കും എപ്പോൾ വേണമെങ്കിലും ഒരു കാട്ടുമൃഗങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു യാത്ര തന്നെയാണിത്. 2 സൈഡും കാടിൻ്റെ ഉള്ളിലൂടെ ഉള്ളൊരു വഴി. ഇത് നമുക്ക് ശരിക്കും ഇത് പറഞ്ഞു തരാൻ വാക്കുകളില്ല, അത്രയും മനോഹരമാണ്. മഴക്കാലത്താണെങ്കിൽ പച്ച പുതച്ചതിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇത് വേനലായതുകൊണ്ട് തന്നെ ഡ്രൈ ആണ്. പക്ഷെ ഡ്രൈ ആണെന്നുണ്ടെങ്കിലും വേറെ ഏതൊരു ലോകത്ത് ചെന്നൊരു ഫീലാണ് നമുക്ക് ഈ ഒരു ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ജീപ്പിൻ്റെ പുറത്തുള്ള ദൃശ്യങ്ങളൊക്കെ എടുക്കുന്നത് ശരിക്കും പേടിച്ചിട്ട് തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും കാട്ടാന നമുക്ക് മുന്നിൽ വരാം. കാട്ടാന ശല്യം അതിരൂക്ഷമായൊരു സ്ഥലം കൂടിയാണിത്. ഈ പ്രകൃതിയുടെ ഒരു ഭംഗിയും ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയൊക്കെയാണ് നമ്മൾ ഇതൊക്കെ ഷൂട്ട് ചെയ്യാനും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വരാനും നമുക്ക് കുറച്ചുകൂടെ ഒരു ഇഷ്ടം തോന്നും. കാരണം അത്രയ്ക്കും നല്ലൊരു സ്ഥലമാണ്. വീഡിയോയിൽ ഇതൊക്കെ എത്രമാത്രം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഇവിടെയൊക്കെ എവിടെ നോക്കിയാലും ആനപ്പിണ്ടം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതായത് ആന അത്ര ഇങ്ങനെ ഇറങ്ങി പോകുന്ന വഴിയാണ്. താഴത്ത് കാണുന്ന ആ ഒരു പുഴയിലേക്ക് വെള്ളം കുടിക്കാൻ ആന ഇറങ്ങി പോകുന്ന സ്ഥലം കൂടിയാണ് ഇതൊക്കെ. ഇത്ര വലിയൊരു കാടിൻ്റെ നടുവിലൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് റോഡ് മാത്രമാണ് ഇതേപോലെ കോൺക്രീറ്റ് ഉള്ളൂ. ഇനി അങ്ങോട്ട് ചെല്ലുന്തോറും മണ്ണ് റോഡാണ്. ഈ ഒരു സ്ഥലമൊക്കെ നോക്കി എന്താ ഒരു ഭംഗി കാണാനായിട്ട്. അതുപോലെ ഒരുപാട് അനിമൽസിനെ ഈ ഒരു യാത്രയിൽ കാണാൻ പറ്റും കേട്ടോ. കാടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അനിമൽസിനെ കാണുന്നത് നമ്മുടെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും. ചിലപ്പോൾ ഒരുപാട് മൃഗങ്ങളെ കാണാം, ചിലപ്പോൾ ഒന്നിനെ കാണാൻ പറ്റില്ല. അത് നമ്മുടെ ഒരു പോകുന്നൊരു ഭാഗ്യം പോലെ ഇരിക്കും. അതുപോലെ തന്നെ മാക്സിമം നമ്മൾ ഇതേപോലെ കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെയുള്ള അനിമൽസിനെയോ അവിടെ ജീവിക്കുന്ന ആളുകളെയോ ഒന്നും ഒരു തരത്തിൽ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കാതെ, അവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ലാതെ വേണം നമ്മൾ കാടൊക്കെ കണ്ടിറങ്ങാനായിട്ട്. ഇവിടെ നിന്ന് 2 സൈഡിൽ നിന്നേക്കുള്ള നോക്കുമ്പോഴുള്ള കാഴ്ച കണ്ടോ, ഒന്നും പറയാൻ വാക്കില്ല. അത്ര ഒരു ഫീലിങ്സാണ് ഇതിലേക്ക് യാത്ര ചെയ്യുന്നത്. ഈ ഒരു സ്ഥലം തന്നെ നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കി. വേനൽക്കാലത്ത് ഈ ഒരു സ്ഥലത്തിന് ഈ ഒരു ഭംഗിയാണെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് ഇവിടുത്തെ കാഴ്ചകൾ ഒന്ന് ചിന്തിച്ച് നോക്കി. ഇത് നമ്മുടെ കേരളം എത്ര സുന്ദരമാണ്. നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകൾ ഈ കേരളത്തിലുണ്ട്. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണെന്നെങ്കിൽ നമ്മുടെ അടുത്ത് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതൊക്കെ നമ്മളൊന്ന് കാണാൻ ശ്രമിക്കുക. ജീപ്പിനെ കുറിച്ച് പിന്നെ പറയണ്ടല്ലോ, ശരിക്കും ഇന്ത്യയുടെ ഒരു അഭിമാനം തന്നെയാണ് ഇത്. കുതിരയെ പോലെ കുതിക്കുന്ന ഇവൻ ഏതൊരു മലയും സിമ്പിളായിട്ട് കയറിപ്പോകും. ശരിക്കും ഒരു വഴിയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിൽ കയറിപ്പോകുമെന്നൊരു ഡൗട്ട് നമുക്ക് വരും. പക്ഷെ പിന്നെ കാണുന്നത് പിടിച്ച് കയറി ചാടി പോകുന്ന ജീപ്പിനെയായിരിക്കും പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ജീപ്പ് യാത്രയുടെ കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഏകദേശം ഒരു മണിക്കൂറിന് മേളിൽ ജീപ്പ് യാത്ര ഉണ്ട്. അത്ര നിങ്ങൾ ലാഗ് അടിപ്പിക്കാതിരിക്കാൻ വേണ്ടി കുറേയൊക്കെ ഞങ്ങൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാറായിട്ടുണ്ട്. ഈ ജീപ്പ് പോകുന്ന ഈ ഒരു ഇവിടം വരെയാണ് നമുക്ക് ജീപ്പ് പോകുന്നത്. ലാസ്റ്റ് എൻഡാണിത്. വേനൽക്കാലത്ത് തന്നെ ഇവിടെ ഇത്രയും ഗ്രീനായിട്ട് കിടക്കുവാണ്. അപ്പോൾ ഒരു മഴക്കാലത്ത് ഇവിടുത്തെ ഒരു ഗ്രീനറി, ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക്,
ഇവിടെ നിന്ന് നമ്മൾ ശരിക്കും ഒരു 3 കിലോമീറ്ററോളം കാടിനുള്ളിൽ കൂടെ നടന്നാണ് പോകുന്നത്. ഈ കാണുന്ന ഈ ഒരു വെള്ളച്ചാട്ടം ക്രോസ് ചെയ്താണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത്. ഭയങ്കര ഹിഡൻ ആയിട്ടുള്ള സ്പേസാണിത്. അതും കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോണത്. ഒരു വെള്ളച്ചാട്ടമൊക്കെ ക്രോസ് ചെയ്ത് വന്നിട്ട് കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ആനയൊക്കെ ഉള്ള കാടാണ്. ആനപ്പിണ്ടൊക്കെ പോണ വഴി തന്നെ ആനപ്പിണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. അതും ഉണങ്ങാത്ത ആനപ്പിണ്ടം വരെ കണ്ടിട്ടുണ്ട്. റിസ്ക് എന്ന് വെച്ചാൽ ഹെവി റിസ്ക് തന്നെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം അത്ര നല്ലൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒരു ഹിഡൻ പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. കാടിൻ്റെ ഉള്ളിൽ കൂടെ കയറി നടന്ന് ഒരു 10 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് കാടിൻ്റെ ഉള്ളിൽ കൂടെ നടന്നൊരു സ്ഥലത്തേക്ക്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല കണ്ടു കഴിഞ്ഞാൽ. അത്ര ഹിഡനായിട്ടൊരു പ്ലേസാണ്. അതും കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു 10 കിലോമീറ്റർ ജീപ്പിൽ ട്രക്ക് ചെയ്ത് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് നടന്ന് ഒരു 3 കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് ഒരു ഹിഡൻ പ്ലേസ്. ശരിക്കും മഴക്കാലത്താണ് ഇത് വേറൊരു ഫീലായിരിക്കും കാണാൻ പോകുന്ന സ്ഥലം. ആനയൊക്കെ വന്ന സ്ഥലമാണ്. അതേപോലെ തന്നെ ഈ ഇപ്പം ഞങ്ങൾ കയറി വന്ന വഴി തന്നെ ആനപ്പിണ്ടമൊക്കെ കിടക്കുന്നുണ്ട്. അതും ഉണങ്ങാത്ത ആനപ്പിണ്ടം. അത്രയും റിസ്ക്കുള്ളൊരു വഴിയാണ്. ഇവിടെ അങ്ങനെ വേറെ ആരും തന്നെ ഇല്ല. അതായത് നമുക്ക് പോകുന്ന വഴി തന്നെ വേറൊരാളുടെ അടുത്ത് സംസാരിക്കാനും അല്ലെങ്കിൽ വേറൊരാളെ കാണാനോ നേരിട്ടൊരു മനുഷ്യനെ പോലും കാണാത്തൊരു സ്ഥലമാണ്. അത്രയും ഒരു ഹിഡൻ പ്ലേസ് തന്നെയാണിത്. ഈ ഒരു വഴിയാണ് നമുക്ക് അങ്ങോട്ട് ഇറങ്ങേണ്ടത്. വഴിയൊക്കെ ഉണ്ടോ? നമ്മൾ ഈ അതിരപ്പള്ളി വാഴച്ചാലൊക്കെ പോകുമ്പോൾ ആ വെള്ളച്ചാട്ടത്തിന് ഞങ്ങൾ ശരിക്കും അതിരപ്പള്ളി വാഴച്ചാലില്ലേ, അതുപോലും ഈ വെള്ളച്ചാട്ടത്തിന് മുന്നിൽ ഒന്നുമല്ല. അതുപോലത്തെ ഒരു സ്ഥലം. ഇതിന് എത്രമാത്രം ഭംഗിയുണ്ട്. ആനപ്പിണ്ടം കിടക്കണ്ടോ? ജസ്റ്റ് ഉണങ്ങിയൊരു ആനപ്പിണ്ടം. അതായത് ഇന്നലെ എന്തോ ഇട്ടിരിക്കുന്നതാണിത്. ആനപ്പിണ്ടത്തിൻ്റെ ഇത് പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അങ്ങനെ ഫൈനലി ആ ഒരു സ്ഥലത്തെത്തിയുണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. നിങ്ങളൊരു വിഷ്വൽ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ ഈ ഒരു സ്ഥലം എങ്ങനെയുണ്ട്. ഞാൻ ഇത്ര റിസ്ക് എടുത്ത് ഓഫ് റോഡൊക്കെ വന്ന് 3 കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടന്ന് ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഈ ഒരു സ്ഥലം എങ്ങനെയാണ് നിങ്ങൾ തന്നെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ തന്നെ ഈ ഒരു സ്ഥലം കമൻറ്റ് ചെയ്യുക. എന്താ നിങ്ങൾക്ക് തോന്നുന്ന ഫീലെന്ന്.
കാടും ട്രക്കിങ്ങൊക്കെ ചെയ്ത് 2-3 കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വന്ന് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വന്ന് നഷ്ടമായോ ഇല്ലയോ നിങ്ങൾ തന്നെ പറ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഈ കാടിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു വെള്ളച്ചാട്ടം ശരിക്കും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. അത്രയും മനോഹരമായൊരു സ്ഥലം. ഇവിടെ വെള്ളമുള്ള സമയത്ത് മഴക്കാലത്തൊക്കെ ആണെന്നെങ്കിൽ ഇവിടുത്തെ ഫീലൊന്ന് ചിന്തിച്ചേക്ക്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഇതുണ്ടോ ഭയങ്കര വ്യൂ ആണ്. ഇത് ഞാനിപ്പോൾ നിലവിൽ ഇറങ്ങി നിൽക്കുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ പകുതിയിലാണ്. പകുതി ഇറങ്ങി നിന്നിട്ട് വീണ്ടും താഴേക്ക് വലിയൊരു ഹൈറ്റാണ്. ഇത് കണ്ടോ ഇത്ര ഹൈറ്റിലാണ് ഈ താഴെ. അതായത് ഈ കാടിൻ്റെ നടുവിൽ ഇത്രയും വലിയ. കാരണം ഞാൻ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് റിസ്ക്കാണ്, ആനയൊക്കെ ഇറങ്ങുമെന്ന് പറഞ്ഞു, പിന്നെ ഓഫ് റോഡ് പോകണമെന്ന് പറഞ്ഞു, അത്യാവശ്യം എക്സ്പെൻസാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാനിവിടെ വരുന്നതിന് എക്സ്പെൻസോ ആനയോ കാടോ ഒന്നും നോക്കിയില്ല. ഞാൻ ഓൺ റിസ്കിൽ തന്നെ ഞാനിവിടെ വന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു കാഴ്ച എന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ഇതുപോലത്തെ ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് അത് വീഡിയോയിലൊക്കെ എത്രമാത്രം നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് കിട്ടുന്ന അതേ ഒരു ഫീൽ തന്നെയാണോ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് അറിയില്ല. എന്തായാലും ഇതൊരു സംഭവം തന്നെയാണ്. ഈ ഒരു സ്ഥലം കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ്. ഞാൻ മഴക്കാലത്ത് വീണ്ടും ഈ ഒരു സ്ഥലത്തേക്ക് വരും. അത്രയും പ്രകൃതി, അത്രയും എന്താ പറയുക, അത്രയും നാച്ചുറലായിട്ടൊരു സ്ഥലം, ചുറ്റും പച്ചപ്പ്. ഇത് ഈ വേനൽക്കാലമായിട്ട് ഡ്രൈ ആയിട്ട് പോലും പക്ഷേ ഇവിടെയൊക്കെ പച്ചപ്പാണ്, ഫുൾ പച്ചപ്പും. അതിൻ്റെ ഇടയിൽ ഈ വെള്ളച്ചാട്ടം ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഇതുപോലുള്ള സ്പോട്ടുകളിലേ വെള്ളത്തിൽ ഇറങ്ങി പരിചയമുള്ളവരും പരിചയമില്ലാത്തവരാണെങ്കിലും വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ എന്താ കാരണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതേപോലുള്ള ഈ വെള്ളത്തിൻ്റെ പുഴകൾ, ഇതേപോലുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രദേശവാസികൾ നമ്മൾ പറയാറുണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങരുത്. നമ്മളന്ന് മൈൻഡ് ചെയ്യാറില്ല, വെള്ളത്തിലേക്ക് ഇറങ്ങാറുണ്ട്. എന്തുകൊണ്ടാണ് അവർ വെള്ളത്തിലേക്ക് ഇറങ്ങരുതെന്ന് പറയാനുള്ള കാരണം ഞാൻ കാണിച്ചു തരാം. നമ്മൾ വെള്ളം ഇല്ലാത്ത സമയത്താണ് ശരിക്കും നമുക്കത് മനസ്സിലാവുള്ളൂ. വെള്ളം ഇല്ലാത്ത സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഓരോ കുഴികളുണ്ട്. അത് വലിയ കുഴികളാണ്, ചെറുതായിട്ടുള്ള കുഴികളല്ല, വലിയ കുഴികളാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കാലൊക്കെ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് കയറാൻ പറ്റില്ല. അങ്ങനത്തെ കുറേ ഗർത്തങ്ങളുണ്ട്, ചെറിയ ചെറിയ ഗർത്തങ്ങൾ. അത് എവിടെയാണ് ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളം അടിയിലേക്ക് വലിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ളതാണ്, കാലൊക്കെ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി പോകുന്ന പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് നമ്മളടുത്ത് ഈ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങരുത്, പരിചയമുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങരുത് പറഞ്ഞു. ഞാനത് അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് തിരിച്ചു കയറി കാടിൻ്റെ ഉള്ളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ശരിക്കും ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഹൈഡായിട്ട് കിടക്കുന്ന കുറേ സ്ഥലങ്ങളിലൊക്കെ പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഇതേപോലുള്ള യാത്രകൾ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ബ്ലോഗർ എന്ന നിലയിൽ നിങ്ങൾ കണ്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് ഞങ്ങൾക്ക് ഇതിൽ വരുന്ന മിസ്റ്റേക്കുകൾ ഒക്കെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. പേടിയുണ്ടെന്ന് വെച്ചാൽ ചെറിയൊരു പേടിയുണ്ട്. കാരണം ഇവിടെ നമ്മളൊന്ന് ഒച്ച വച്ചാൽ പോലും കേൾക്കാൻ ആരുമില്ല. പിന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് ആദിവാസികളെ കണ്ടു. അവർ തേനെടുക്കാൻ പോയിട്ട് തിരിച്ചു പോണ ആളുകളാണ്. അവരെ മാത്രം കണ്ടു, വേറെ ആരും തന്നെ ഈ കാടിൻ്റെ ഉള്ളിലില്ല. എന്താ അല്ലേ. ഈ അടുത്തിടയ്ക്ക് ഗവൺമെൻറ് അവരുടെ പേരൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ആദിവാസി നമ്മൾ പണ്ട് മുതൽ വിളിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ അവരങ്ങനെ വിളിക്കാൻ പാടില്ല. ഉന്നതീകരണമാണ് അവരുടെ പുതിയ ഒഫീഷ്യൽ നെയിം വരുന്നത്. ഇപ്പോൾ പേപ്പർ വർക്കുകളിലൊക്കെ അങ്ങനെയാണ് അവരുടെ വരുന്നത്. അവരും നാടിൻ്റെ മക്കൾ തന്നെയാണ്. ശരിക്കും അവരത്രയും കാടറിയാവുന്ന, കാടിനെ സ്നേഹിക്കുന്ന അവരെപ്പോലെ വേറെ ആരും തന്നെ വേണമെങ്കിൽ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് ഈ കാടിൻ്റെ ഉള്ളിൽ അവരറിയാത്ത സ്ഥലങ്ങളില്ല. അവർക്ക് ഒറ്റയ്ക്ക് കാടിൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും പോവാം. നമുക്കൊന്നും അവരുടെ ലൈഫ് സ്റ്റൈലൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ പറയാൻ വിട്ടുപോയ 2 കാര്യങ്ങളുണ്ട്. പൂയംകുട്ടിയിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് കാതർഖാൻ്റെ തട്ടുകട. ചെറിയൊരു കടയും ഒത്തിരി വിഭവങ്ങളും, അതാണ് കാതർഖാൻ്റെ തട്ടുകട. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഇവിടെ വലിയൊരു സീറ്റിംഗ് സ്പേസും കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച് വരരുത്. ചെറിയൊരു കടയാണ്, അതിൻ്റേതായ പരിമിതികളൊക്കെ ഇവിടെ ഉണ്ട്.
പക്ഷെ ഫുഡിൻ്റെ ക്വാളിറ്റിയിൽ മാത്രം ഇവിടെ ഒരു പരിമിതിയില്ല, അത്രയും നല്ല ഫുഡാണ്. ഞാൻ ഇവിടെ ബീഫ്, ചിക്കൻ, മീൻ എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ഷെ എനിക്ക് അതിനേക്കാളൊക്കെ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫുഡിൻ്റെ സൈഡ് ഡിഷസ് ആണ്. ഇത് നമ്മുടെ ചെമ്മീൻ പൊടി, എല്ലുപൊടി എന്ന് പറയുന്നത് ചെമ്മീൻ പൊടി എന്ന് പറയും. പിന്നെ ഇതും ചെമ്മീൻ പൊടിയാണ്. ചമ്മന്തി അതാണ് എല്ലാവർക്കും ഇഷ്ടം. ഇതാണ്, ഇത് രണ്ടുകൂട്ടാണ് ഇവിടെ പ്രധാനം. പിന്നെ നമ്മുടെ മാങ്ങ ചമ്മന്തി പറഞ്ഞ വേറെ, ഇത് മാങ്ങ ചമ്മന്തി വേറെ ഉണ്ട്. മാങ്ങ ചമ്മന്തി വേറെ. ഇത് നമ്മുടെ ഇരുമ്പമ്പുളി അച്ചാറ്, അതൊക്കെ പുതിയതായിട്ടുള്ള തേങ്ങ. 2 ടൈപ്പ് ചമ്മന്തി ഉണ്ട്. ആ ചമ്മന്തി ഞാൻ ലൈഫിൽ ഇതുവരെയും അങ്ങനത്തെ ഒരു ചമ്മന്തി ഞാൻ കഴിച്ചിട്ടില്ല. അത്രയും നല്ലൊരു ഫുഡാണ് ഇവിടെ. പിന്നെ ഇവിടെ സൺഡേസിൽ ഇവിടെ സ്പെഷ്യലായിട്ട് എല്ലും കപ്പയും, നമ്മുടെ കപ്പ ബിരിയാണി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ഇവിടെ സൺഡേയിലുണ്ട്. അതുപോലെ പൂയംകുട്ടി പാലം കയറി നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ കുറച്ച് ചേച്ചിമാരൂടി നടത്തുന്ന ചെറിയൊരു സംരംഭമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ പൂയംകുട്ടിയിൽ വരുന്നവർക്കൊക്കെ സമയമുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചാൽ അത് ഇവർക്കും ഒരു സഹായമായിരിക്കും. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 2-3 വർഷമായി ഇവിടെ ഈ സ്ഥാപനം ഇങ്ങനെ തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരത്തെയൊക്കെ നമുക്ക് കാട്ടിൽ നിന്ന് ഈറ്റ വെട്ടി എടുക്കാമായിരുന്നു. ഇപ്പോൾ അവർ ഫോറസ്റ്റുകാരൊന്നും സമ്മതിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ ആദിവാസികളെ കൊണ്ടാണ് ഞങ്ങളിത് ചെയ്യിക്കുന്നത്. എന്നിട്ട് നമ്മൾ വില കൊടുത്താണ് ഇത് വാങ്ങിക്കുന്നത്. അപ്പോൾ വില കൊടുത്ത് വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ കൈകൊണ്ട് ഇത് വർക്ക് ചെയ്യുന്നു. ഈറ്റ വെട്ടുന്നതിന് എന്തെങ്കിലും സീസൺ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ല. ഈറ്റ വെട്ടുന്നതിന് സീസണൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് വെട്ടിയെടുക്കാവുന്ന സാധനം. പക്ഷെ ഇപ്പോൾ ഈ ആനശല്യം ഈറ്റ കാട്ടിൽ പൂത്തുപോയാലും കാട്ടിലില്ല സാധനം. അതുകൊണ്ടുള്ള ഈറ്റ കിട്ടാനില്ല ബുദ്ധിമുട്ടാണ്. സാധനം കിട്ടാനില്ല. അപ്പോൾ ഇപ്പോൾ കുറേ ദൂരമൊക്കെ പോകണം ഈ സാധനം കിട്ടണമെങ്കിൽ. ഉൾക്കാട്ടിലൊക്കെ പോയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉൾക്കാട്ടിൽ പോയാണ് ആദിവാസികൾ ആദിവാസികൾക്ക് മാത്രമാണ് ഇപ്പോൾ അവർക്ക് മാത്രമാണ് ഇത് വെട്ടാനുള്ള അധികാരമുള്ളൂ. ഞങ്ങളെ ഒന്നും കാട്ടിലേക്ക് കയറ്റില്ല. ആനശല്യം കാരണമാണോ അധികം കാട്ടിലേക്ക് കയറ്റി വിടില്ലാത്തത്. പൂയംകുട്ടിയിൽ ശരിക്കും എപ്പോഴും ആന ഇറങ്ങുന്ന സ്ഥലം തന്നെയാണോ? അതെ അതെ. പക്ഷെ പണ്ട് ഇത്രയും ശല്യം ഇല്ലായിരുന്നു, ആനശല്യം ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഒരു 3-4 വർഷമായിട്ടാണ് ഇവിടെ ഇത്രയും ശല്യം. അല്ലെങ്കിൽ ഇത്ര ശല്യമൊന്നും ഇല്ലായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ആന ഇപ്പൊ ഇങ്ങനെ നാട്ടിലേക്ക് ഇങ്ങനെ നാട്ടിൽ നിന്ന് ഇറങ്ങി ആൾക്കാരുടെ പറമ്പിലൊക്കെ കയറി വാഴയും തെങ്ങും ഒക്കെ തിന്ന് പഠിച്ചു, ചക്കയൊക്കെ തിന്ന് പഠിച്ചു. അതുകൊണ്ടാണ് ഇപ്പൊ ആന കാട്ടിലേക്ക് കയറി പോകില്ലാത്തത്. ഇപ്പൊ ഇഷ്ട വിഭവങ്ങളാണ് ഇപ്പൊ ഓണ ആനക്ക്. അതുകൊണ്ടാണ് ആന നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇഷ്ടം പോലെ തെങ്ങും അടയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഈ അടുത്ത പരിസരത്തൊന്നും ഒരു പറമ്പിലും തെങ്ങുമില്ല, അടയ്ക്കാൻ പറ്റില്ലാതെ എല്ലാം കയറി മറിക്കും. ശരി, നിങ്ങളുടെയൊക്കെ ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ ഈ ഈറ്റ വെട്ടി ഇങ്ങനെ ഓരോരോ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നത് തന്നെയാണോ? ഇവിടങ്ങളിൽ നേരത്തെയും എല്ലാവർക്കും തന്നെ ഈറ്റ വെട്ടി പരമ്പ നെയ്ത്തായിരുന്നു മെയിനായിട്ടുള്ള ജോലി. ഇപ്പം പിന്നെ ഈറ്റയുടെ ഇത് കുറഞ്ഞതുകൊണ്ട് ആൾക്കാർ നെയ്ത്തൊക്കെ കുറേ നിർത്തി. പിന്നെ കുറേ പേരൊക്കെ ഓരോ തൊഴിൽ തേടി പുറത്തേക്ക് പോയി. പിന്നെ പണ്ടത്തെ മുറങ്ങളൊക്കെ ഈ സാധനമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ഇതിന്റെ വലുത് ആയിരിക്കുന്നുണ്ടോ? അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അതിന് ഈറ്റയ്ക്കൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പൊ അത് വയ്യ അങ്ങ് നിന്ന് വരികയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇതിലേക്ക് തിരിഞ്ഞത്. അപ്പൊ ഞങ്ങൾക്കൊരു ജീവിതമാർഗം വേണമല്ലോ എന്തായാലും. ഇതിപ്പോ എങ്ങനെയുണ്ട്, ജീവിക്കാനുള്ള ജീവിതമാർഗം കിട്ടോ? ആയി വന്നു. ഇത് നിങ്ങൾ കൂടുതലായിട്ടും എന്തൊക്കെ ഐറ്റംസ് ആണ് ഈറ്റ വെച്ച് ഉണ്ടാക്കുന്നത്? ഇപ്പൊ ഈറ്റ വെച്ചുണ്ടാക്കുന്ന ഞങ്ങൾ കൊട്ട ഉണ്ടാക്കണ്ട, മുറ ഉണ്ടാക്കണ്ട, ഇങ്ങനത്തെ ഉള്ള ബോക്സുകള്, ലാംഷീഡ്, ചെറിയ ചെറിയ ബോക്സുകളൊക്കെ ഇത് ഒക്കെ ഞങ്ങൾ കൈകൊണ്ട് ചെയ്തെടുക്കുന്നതാണ്. മെഷീൻസ് ഒന്നുമില്ല, നിങ്ങൾ കൈകൊണ്ട് എല്ലാം ചെയ്യുന്നത്? ഇപ്പൊ മെഷീൻ ഉണ്ട്, നേരത്തെ കൈകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അത്യാവശ്യം മെഷീൻ ഉണ്ട്. എന്നാലും കൂടുതൽ നമുക്ക് കൈകൊണ്ട് ചെയ്യണം. ചെയ്യണം. മെഷീനിൽ കുറച്ച് വർക്കുകളെ ചെയ്യാൻ പറ്റുള്ളൂ. മഴമൂളിന്നാണ് ഇതിന്റെ പേര്. പിന്നെ ചിലര് വെള്ളച്ചാട്ടമൊന്നും പറയും, രണ്ടും പറയും, അരുവീന്നും പറയും. ഈ ടൈപ്പിലാക്കി എടുക്കും ഞങ്ങള്. ശരിക്കും ഇങ്ങനെ പുഴക്കട ഇങ്ങനെ വെള്ളം ഒഴുകണ മാതിരിയുള്ള സംഭവം.